മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 96 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ റിപ്പീറ്റ് ചെയ്യുന്നു. 2 ദിനവൃത്താന്തം 14 മുതൽ 17 വരെ, അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം. ഇന്നലെ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: മഹാസൈന്യമായിരുന്ന 2 കൂട്ടർ ആരെല്ലാം? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം കൂഷ്യർ, ലൂബിയർ. കൂഷ്യർ, ലൂബിയർ. 2 ദിനവൃത്താന്തം 16:8 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: വളരെ കാലങ്ങളായി ഇസ്രായേലിൽ ഇല്ലാതിരുന്നത് എന്തെല്ലാം? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം സത്യദൈവം, ഉപദേശിക്കുന്ന പുരോഹിതൻ, ന്യായപ്രമാണം. 2 ദിനവൃത്താന്തം 15:3 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: യഹോശാഫാത്ത് യഹൂദ നഗരങ്ങളിൽ ഉപദേശത്തിനായിട്ട് അയച്ച 2 പുരോഹിതന്മാരുടെ പേരുകൾ ഏതെല്ലാം? ഇതായിരുന്നു ചോദ്യം. ഉത്തരം ഏലീഷാമ, അതുപോലെ യഹോരാം. 2 ദിനവൃത്താന്തം 17:7-8 വാക്യങ്ങളിലാണ് ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ദൈവത്തിന്റെ മുൻപാകെ കൃപ ലഭിച്ചത് ആർക്ക്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം ദാവീദിന്. അപ്പോസ്തല പ്രവൃത്തികൾ 7:45-46 വാക്യങ്ങളിലാണ് ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: ഉള്ളങ്കാൽ അല്ലെങ്കിൽ പാദച്ചുവട് എന്നർത്ഥം വരുന്ന ഒരു പദം ഏത്? ഇത് കേരളത്തിലെ ഒരു സ്ഥലപ്പേരാണ്. എന്ത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം കാലടി. അപ്പോസ്തല പ്രവൃത്തികൾ 7:5 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ കാലടി എന്നുള്ളത് എറണാകുളം ജില്ലയിലെ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ശരി ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പോർഷൻ പറയുന്നു: 2 ദിനവൃത്താന്തം 18 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളും അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ നിന്നുമായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. എല്ലാവരും വായിച്ച് തയ്യാറായിക്കോളൂ. അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.